ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു വാക്യൂം ക്ലീനറാണ്. അപ്പോൾ ഇത് പ്രസ്റ്റീജ് ബ്രാൻഡിൻ്റെ വാക്യൂം ക്ലീനറാണ്. വെറ്റ് ആൻഡ് ഡ്രൈ ഉള്ള മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ്ങും അതിൻ്റെ യൂസേജൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ പ്രൈസ് ഡീറ്റെയിൽസൊക്കെയാണ്. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ വന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉണ്ടാക്കാനൊന്നും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട് സൈഡിലായിട്ട് നമുക്ക് അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു മോഡലാണിത്. പിന്നെ നിങ്ങൾക്ക് കൂടെ കാണാം വെറ്റ് ആൻഡ് ഡ്രൈ മോഡലാണ്. അതുപോലെ HEPA ഫിൽറ്റർ ഉള്ളതാണിത്. പിന്നെ 1200 വാട്ടിൻ്റെയാണ്. അതുപോലെ നമുക്ക് പവർ സെക്ഷൻ ആൻഡ് ബ്ലോയിങ് ഫംഗ്ഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ബ്ലോയിങ്ങും ഉണ്ട്, സെക്ഷനും ഉണ്ട് ഇതിൽ. പിന്നെ ഹൈ ഡസ്റ്റ് കപ്പാസിറ്റി ആണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടി ഫുള്ള് നമുക്ക് ബാഗ് വേണ്ട അങ്ങനത്തെ ടൈപ്പാണിത്. പിന്നെ ഈസി മൊബിലിറ്റി എന്ന് വെച്ചാൽ ചക്രങ്ങളുണ്ട്. പിന്നെ ഓട്ടോ കട്ട് ഫോട്ടിലാണ്. പിന്നെ നമുക്കൊന്ന് സൈഡ് മാറ്റാം. പിന്നെ ഉള്ളത് അതിൻ്റെ കൂടെ ഈ സൈഡിൽ കാണിച്ചിരിക്കുന്നത് പിന്നെ നമുക്കൊരു ഫ്ലോർ ബ്രഷ് ഉണ്ട്. അതുപോലെ അബ്സോർബിങ് ബ്രഷ്, ക്രിവൈസ് ടൂള്, അതുപോലെ കോർണർ ബ്രഷ്, HEPA ഫിൽറ്റർ ഉണ്ട്. അതുപോലെ എക്സ്റ്റൻഷൻ ട്യൂബ് ഇത്ര 3 ഉണ്ട്. പിന്നെ എക്സ്റ്റൻഷൻ ഹോസ് വേറെ ഉണ്ട്. പിന്നെ അതിൻ്റെ പടം പിന്നെ അതിൻ്റെ മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു TTTK പടം കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് വെറ്റ് ആൻഡ് ഡ്രൈ ക്ലീനിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പവർഫുൾ സെക്ഷൻ നേരത്തെ പറഞ്ഞ പോലെ, അതുപോലെ അതിലത്തെ കുറച്ച് നമ്മുടെ സ്പെക്സ് കൊടുത്തിട്ടുണ്ട്. അതുതന്നെ നേരത്തെ നമ്മൾ കാണിച്ചത് തന്നെ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്ന, പക്ഷേ കുറച്ച് ഡീറ്റെയിലും കൂടി കുറച്ചും കൊടുത്തിട്ടുണ്ട് മാത്രം താഴെയായിട്ട്. പിന്നെ പ്രൈസ് ഡീറ്റെയിൽസൊക്കെ മുകളിലാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം, എന്നിട്ട് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. സൈഡിലാണ് നമുക്ക് അതിൻ്റെ പ്രൈസിങ് ഡീറ്റെയിൽസൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. 599995 എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് 4100 റേഞ്ചിൽ നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. പിന്നെ ഓൾ സർഫസ് ക്ലീനിങ് ആണ്. മാർബിൾ ആയാലും ഗ്രാനൈറ്റ് ആയാലും അതുപോലെ ടൈൽസ് ആയാലും മൊസാക്ക് ആയാലും വുഡ് ആയാലും എല്ലാത്തിനും പറ്റും. അതുപോലെ നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട് വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മോട്ടർ 1200 വാട്ട്, ബ്ലോവർ ഫംഗ്ഷൻ ഉണ്ട്, ഫിൽറ്റർ HEPA ഫിൽറ്റർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇത് രജിസ്റ്റേർഡ് ഓഫീസ് നമ്മുടെ പ്രസ്റ്റീജിൻ്റെ തമിഴ്നാടാണ്. പക്ഷേ ഇത് ഇമ്പോർട്ടഡ് ആണ് ഫ്രം ചൈന. മാനുഫാക്ചർഡ് ബൈ ചൈന തന്നെയാണ്. പക്ഷേ ഇത് ഇമ്പോർട്ട് ചെയ്തൊക്കെ എന്താണെന്ന് മാത്രം. പിന്നെ വാറൻറ്റി ഉള്ളതാണ്, 1 ഇയർ വാറൻറ്റി ഉള്ളത്. നമുക്ക് നോക്കുന്നു ഒരു സീലൊന്ന് പൊട്ടിക്കാം. നല്ല അത്യാവശ്യം ഒരു വലിയ ബോക്സാണ് കേട്ടോ. നമ്മുടെ വീഡിയോയിലൊക്കെ കൊള്ളാൻ കുറച്ച് പാടാണ്. അതാണ് ഞാൻ പുറത്തേക്കൊക്കെ ആക്കിയത്. അവിടെ 1 ഇയറിൻ്റെ ഒരു ബാഡ്ജും കൊടുത്തിട്ടുണ്ട്, ഒരു 1 ഇയർ വാറൻറ്റിയുടെ. സീലെന്ന് പറയാം ടൈപ്പാണ്. അത് ഫുൾ തുറക്കാൻ നമുക്കിപ്പോൾ എന്തൊക്കെയുള്ളത് നോക്കാം. ഉള്ളിൽ ഫസ്റ്റ് തന്നെയായിട്ട് അവിടെ നമുക്ക് കൊള്ളുന്നുണ്ട്. ഒരു മാനുവലുണ്ട്, യൂസർ മാനുവൽ. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അവരുടെ വേറെ കുറേ മോഡൽസിൻ്റെ റേഞ്ചിലും കൊടുത്തിട്ടുണ്ട്. എയർ പ്യൂരിഫയർ, അതുപോലെ വാക്യൂം ക്ലീനർ വേറെ ടൈപ്പ്, സ്റ്റീം ക്ലീനേഴ്സ് വേറെ, പിൻസ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ആയിട്ടുള്ള ഇത് നമ്മുടെ ഇത് തന്നെയാണ് കേട്ടോ. യൂസർ മാനുവൽ വാറൻറ്റി കാർഡാണ്, മാറ്റി വയ്ക്കാം. പിന്നെ ഇത് നമുക്ക് നമ്മുടെ ഫ്ലോർ ക്ലീനറിൻ്റെ സാധനത്തിലിടാനുള്ള ഇതാണിത്. എന്താ പറയുക, ഫിൽറ്റർ പോലെ സാധനമാണ്. പിന്നെ ഒരു ഹോസ് പൈപ്പ് ഉണ്ട്, എക്സ്റ്റൻഷൻ പൈപ്പ് ഇത് വേറെ ഒരെണ്ണം. ഇവിടെയും വേറൊരു എക്സ്റ്റൻഷൻ പൈപ്പ് ഉണ്ട്. നല്ല കാറ്റുണ്ട് കേട്ടോ. പിന്നെ ഒരു എക്സ്റ്റൻഷൻ ഹോസ് ഉണ്ട്, അത്യാവശ്യം വലുതാണ്. കുറച്ച് ഒരു എക്സ്റ്റെൻഡ് ചെയ്യുന്ന ടൈപ്പ് തന്നെയാണ്, ഈ റബ്ബർ പോലെ കുറച്ച്. ഇത് മാറ്റി വയ്ക്കാം നമുക്ക്. ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഫ്ലോർ ക്ലീനറാണ് ഉപയോഗിക്കുന്ന ടൈപ്പ്. അപ്പോൾ ഇതിനുള്ള നമുക്ക് ഫിൽറ്റർ പോലത്തെയാണ് നേരത്തെ കണ്ടത്. ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്കിത് മെയിൻ യൂണിറ്റ് ഒന്ന് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ മെയിൻ യൂണിറ്റ് ഇതാണ്. ഒരു മാറ്റിലാണ് ഫിനിഷ്, ഗ്ലോസി അല്ല, കുറച്ച് മാറ്റ് കളറാണ്. റെഡും ഒരു ഗ്രേയും ഒരു ബ്ലാക്ക് കോമ്പിനേഷനാണ്. പിന്നെ മുകളിൽ ഒരു പ്രസ്റ്റീജിൻ്റെ ലോഗോ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് സ്വിച്ചാണ്, അതെന്തോ പ്രൊട്ടക്ഷൻ വെച്ചേക്കുന്നതാണ്. അതെ, ഒരു കോട്ടിങ് വെച്ചിട്ടുണ്ട് സ്വിച്ചിന്, പ്ലാസ്റ്റിക്കിൻ്റെ പോലെ. പിന്നെ ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാനുള്ള ബ്ലോവറിന് കണക്ട് ചെയ്യാനുള്ളതുണ്ട്. പിന്നെ ഈ സൈഡിലായിട്ട് തുറക്കാനുള്ള ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വയറും അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. പക്ഷേ നമ്മുടെ ഈ റെക്ക് ബോക്സിൻ്റെ പോലെ ഇങ്ങനെ ഉള്ളിലേക്ക് എടുത്ത് അറ്റാച്ചബിൾ ആയിട്ടുള്ള ടൈപ്പ് അല്ല ഇത്. നമുക്ക് നോർമൽ ആയിട്ടുള്ള വയറാണ്. നമുക്കിതിങ്ങനെ കെട്ടിനെ വയ്ക്കേണ്ടി വരും, അല്ലാണ്ട് രക്ഷയില്ല. 2 തോട്ടുണ്ട്, ഒരെണ്ണം ബ്ലോവർ, ഒരെണ്ണം സെക്ഷനായിട്ടുള്ള 2 ഹോൾസ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ താഴെ വീൽസ് ഉണ്ടാവുക, നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. നമ്മുടെ വീൽസൊക്കെ ഫിറ്റ് ചെയ്തു, എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക വേണ്ടു. ഇപ്പോൾ സാധാരണ നമ്മുടെ വെക്കളയുടെ പോലുള്ള
ബ്ലോയിങ് ഫംഗ്ഷനും അതിലുള്ള ഒരു എക്സ്ട്രാ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ വിലയ്ക്കുള്ളത് ഒരു ബ്ലോയിങ് ഫംഗ്ഷൻ ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ബാക്കി സക്ഷനൊക്കെ നോർമൽ പോലെ തന്നെയാണ്. എന്തായാലും നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. പ്ലഗിലേക്ക് കുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഓണാക്കാം. ഇതിപ്പോൾ ഈ സൈഡാണ് ഈ പ്രസ്റ്റീജിൻ്റെ ഫ്രണ്ടിൽ സൈഡ് കാണുന്നതാണ് നമ്മുടെ സക്കിങ്സ് വരുന്നത്. അതിൻ്റെ ബാക്കിൽ വരുന്നത് ബ്ലോവറാണ്. അപ്പോൾ നമുക്ക് ഈ സോഫ ഒന്ന് ബ്ലോ ചെയ്ത് നോക്കാം. കുറച്ച് പൊടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓൺ ചെയ്യാം. ഞാൻ ഇതിന് മുമ്പ് ഒരു 𝐾𝐂𝐂𝐔𝐌 ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു 3000 റേഞ്ചിലുള്ളത്, 1000 വാട്ടിൻ്റെ. അപ്പോൾ അതിനായിട്ട് നല്ല പവറുണ്ട്. പിന്നെ ഒരു ഫങ്ഷൻസായ ബ്ലോവർ ഫംഗ്ഷനും എക്സ്ട്രാ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ നല്ലൊരു ബൈ തന്നെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ക്ലീൻ തുടങ്ങിയപ്പോൾ പൂർത്തിയാക്കാൻ വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇൻട്രസ്റ്റുള്ളവർക്ക് ഞാൻ എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വാങ്ങാം. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും അവൈലബിൾ തന്നെയാണ്, രണ്ടിൻ്റെ ഇടാം. അപ്പോൾ പിന്നെ നമുക്കിതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ ഡസ്റ്റ് ബാഗൊന്നുമില്ല. അപ്പോൾ കപ്പാസിറ്റി കൂടുതലാണ്. അപ്പോൾ ഇത് ഫുള്ളാവണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ വൈകുന്നേരം ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ ഇപ്പോൾ ബ്ലോ ചെയ്യണമെങ്കിൽ വാട്ടർ ബ്ലോ ചെയ്യണമെങ്കിൽ ഒക്കെ ഇതിന് സെപ്പറേറ്റ് അത് കിറ്റ് വാങ്ങിക്കാൻ വരും. പക്ഷേ ഇതിൻ്റെ കൂടെ ഇല്ല. അപ്പോൾ നമുക്ക് കാർ കഴുകാനൊക്കെ ഉപയോഗിക്കാൻ വേണമെങ്കിൽ ബ്ലോയിങ് സംഭവം നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് പ്രസ്റ്റീജിൻ്റെ. 1 ഇയർ വാറണ്ടി ഉണ്ട് നിങ്ങൾക്ക്. പിന്നെ പ്രസ്റ്റീജിൻ്റെ ഒക്കെ നമ്മുടെ സർവീസ് സെൻറ്റർ മിക്ക എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ എൻ്റെയൊക്കെ ഈ അടുത്ത് തന്നെയാണ് പ്രസ്റ്റീജിൻ്റെ സർവീസ് സെൻറ്ററൊക്കെ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോ കാണാം. ബൈ ഫ്രണ്ട്സ്.